ഈ PMC വരുന്നതുകൊണ്ട് ആക്ച്വലി പ്രൊജക്റ്റിന്റെ കോസ്റ്റ് കൂടുവോ കുറയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന്റെ കോസ്റ്റിന് PMC എന്നും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ ആളുകൾക്ക് എന്നും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഒരു PMC എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ ഫീസ് ആണ് വരുന്നത്. ഈ അഡീഷണൽ ഫീസ് എന്ന് പറയുമ്പോൾ അത് ക്ലയന്റിന് ഒരു അഡീഷണൽ ബേർഡൻ അല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ബാലുവിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വരികയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അയാൾ ചിലപ്പോൾ ബാലുവിന് ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ബാലു ഒരു സർവീസ് ഓഫർ ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഫീസ് ഉണ്ട്. ആ ഫീസ് ബാലു കൊടുക്കുന്ന ആ സർവീസിനുള്ള ഫീസ് അതേപോലെ തന്നെ ആയിരിക്കും ബാലുവിന് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്ലയന്റിന് ബാലു ഓഫർ ചെയ്യുന്നത്. എപ്പോഴും റിപ്പീറ്റഡ് ക്ലയൻസിന് ആ ഒരു പെർസെൻറ്റേജിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, ഒരു കുറവുണ്ടാവും, ഡിസ്കൗണ്ട് ഉണ്ടാവും. ആ ഡിസ്കൗണ്ട് തന്നെയാണ് PMCക്കും ഒരു ക്ലയന്റിന് വേണ്ടി കൊടുക്കാൻ പറ്റുക. കാരണം ഒരു PMC ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ സപ്ലൈ ചെയിനിൽ വരുന്ന ആൾക്കാർ ഇവരുമായിട്ട് പലപ്പോഴും പല പല പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ റേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർക്ക് അറിയാം. സോ ഇവരുമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ജനറലി ഒരു 10 to 15% എങ്കിലും ഒരു ക്ലയന്റിന് ലാഭം ഉണ്ടാവും. PMC എൻഗേജ് ചെയ്യുമ്പോൾ ജനറലി ഒരു 3 to 5% വരെയാണ് ഒരു കോസ്റ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ആ ഒരു PMCയുടെ ചാർജ് വരുന്നത് പ്രൊജക്ട് കോസ്റ്റിൽ. അതിൻ്റെ കൂടെ ഒരു 15% ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ പോലും ദെൻ ഓൾസോ ദേ ആർ ആക്ച്വലി ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് ഓൾ ദ ഡിസ്കൗണ്ട്സ് ദേ ആർ അവൈലിംഗ്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ക്ലയന്റിന് എന്നും ഒരു PMC ഉള്ളത് അതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്, ഒരിക്കലും ഒരു ബേർഡൻ അല്ല.